ബാലുശ്ശേരിയിൽ LDFിന്റെ കോട്ട പൊളിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് KSUവിന്റെ മുഖമായ VT സൂരജിനെയാണ്. രണ്ടാംഘട്ട പര്യടനം നടത്തുകയാണ് സൂരജ് ഇപ്പോൾ. പര്യടനം നന്നായി പോകുന്നു. നല്ല ചൂടിനെ വെല്ലുന്ന ആവേശമൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആളുകളെ കാണുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. വലിയ പ്രതീക്ഷയിലാണ് UDFും ഐക്യജനാധിപത്യ മുന്നണിയും. സൂരജ് ബാലുശ്ശേരിക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? ഒരു വാഗ്ദാനം എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ബാലുശ്ശേരിയെ, കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ നമ്മൾ ആളുകളെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവരോട് മിണ്ടുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ബാലുശ്ശേരിയെക്കുറിച്ചാണ്. ബാലുശ്ശേരിയുടെ സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്, ആകുലതകളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലുശ്ശേരി എന്ന് പറയുന്നത് ഒരു തികച്ചും ഗ്രാമീണമായൊരു മേഖലയാണ്. ഇവിടെയുള്ളത് സാധാരണ തൊഴിലാളികളാണ്, ചെറുകിട കച്ചവടക്കാരാണ്, പെയിൻറ്റിങ്ങിന് പോകുന്ന ആളുകളാണ്, ഓട്ടോ തൊഴിലാളികളാണ്, തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരും, പിന്നെ ചെറിയ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ബാലുശ്ശേരി. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രശ്നമാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവരുടെ ആഗ്രഹം അവരുടെ മകൻ്റെ അല്ലെങ്കിൽ മകൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം. അതിന് ബാലുശ്ശേരിയിലെ സർക്കാർ കോളേജിനെ കുറേയേറെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാലുശ്ശേരിയിലെ ഗവൺമെൻറ് കോളേജ് 2012 ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിക്കുമ്പോൾ ഉള്ള സമയത്ത് നിന്ന് ഒരു കോഴ്സ് പോലും വന്നിട്ടില്ല. 2026 എത്തി നിൽക്കുമ്പോൾ അധികം ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത് വരുമ്പോൾ നമ്മുടെ ആശുപത്രി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു രോഗം വരുമ്പോൾ നമുക്ക് അതിന് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ബാലുശ്ശേരിയിലെ ആശുപത്രിയെ നമുക്ക് ആധുനിക സജ്ജീകരണങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടുവരണം. അതേപോലെ തന്നെ വലിയ ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ബാലുശ്ശേരി. കക്കയത്തെയും കരിയാത്തുംപാറയും വയലടയും ഒക്കെ പ്രകൃതി മനോഹാരിതയെ ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ആ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാർക്ക് അതിൽ നിന്ന് 10 രൂപയുടെ വരുമാനം കിട്ടി അവരുടെ സാമ്പത്തികവുമായ നില മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ആ ടൂറിസം പദ്ധതികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. പിന്നെ കിനാലൂർ പോലെ, മന്തങ്കാവ് പോലെയൊക്കെ വ്യാവസായിക ഏരിയകളുള്ള, അതായത് ഒരുപാട് ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങളുടെ പ്രദേശങ്ങളാണ്. അത് കുറേ കൂടി ആ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന രീതിയിലേക്ക് അത് വിജയകരമായി പൂർത്തീകരിക്കും. ഓരോന്നും നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ കൂടുതൽ സ്ഥാപനങ്ങളോട് വരികയും ഇവിടുത്തെ ഒരു പ്രാദേശിക തൊഴിൽ ശൃംഖല അതുമായി ബന്ധപ്പെട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹം. ബാലുശ്ശേരിക്ക് എല്ലാമുള്ളൊരു നാടാണ്. കൃഷിയും വിദ്യാഭ്യാസവും മനുഷ്യവും പ്രകൃതി സൗന്ദര്യവും യുവജനശക്തിയും ഒക്കെയുള്ള ബാലുശ്ശേരിയെ കോർത്തിണക്കിക്കൊണ്ട് എല്ലാ മേഖലകളെയും ജനങ്ങളുടെ സന്തോഷം ഉറപ്പുവരുത്തുന്ന ഒരു വികസനമാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. KSUയിലൂടെ വന്നതുകൊണ്ട് തന്നെ ജെൻസി വോട്ടുകൾ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? നമ്മൾ പിന്നെ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഇനി ഏത് തലമുറയിൽപ്പെട്ട ആളുകളായാലും നമുക്ക് കണക്ട് ചെയ്താണല്ലോ നമ്മളെല്ലാ കാലഘട്ടത്തിലും KSU സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. കാരണം നമുക്കത് കണക്ട് ചെയ്യാൻ കൂടി നമ്മളെ പാകപ്പെടുത്തുന്നതാണ് ഒരു സംഘടനാ പ്രവർത്തനം. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടാണ്, സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ കുറേ കൂടെ എളുപ്പമാണ്. ബാലുശ്ശേരിയിൽ തന്നിലൂടെ പുതിയൊരു സൂര്യോദയം ഉണ്ടാകുമെന്നാണ് VT സൂരജ് പറയുന്നത്. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത TV.